ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരും അങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2ാം ടേമാണ് നമ്മൾ അധികാരത്തിലേക്ക് വന്നത്. അതൊരു പുതിയ ചരിത്രമായിരുന്നു. ഇപ്പോഴും 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. AK-യുടെ സ്മരണ ഇരമ്പുന്ന ഈ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാവും, 3ാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നീങ്ങാൻ പോവുകയാണ്. ആ ഒരു ജനവിധിയാണ് ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് എഴുതാൻ പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുക. UDF-ലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേദിയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDF-ഉം BJP-യും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഞാൻ പറഞ്ഞിരുന്നോട്ടെ, അതായിരിക്കും തിരിച്ചടി, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ, പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാണ് ജനങ്ങൾ കൃത്യമായിട്ടും, ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി കോടിക്കണക്കിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിച്ചതിന് വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് 10ാമത്തെ കൊല്ലം ഈ കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്ന 2 കാര്യവും, ഒന്ന്, UDF ഉൾപ്പെടെയുള്ള ശക്തികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. 2, എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് രണ്ടിനെയും, ഈ 2 നിലപാടിനെയും ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. അത് കൃത്യമായിട്ട് ശരിയായ നിലപാടിലൂടെ അവർ കൈകാര്യം ചെയ്യുന്നു. അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3ാം ടേമിലേക്ക് കടക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നോമിനേഷൻ ഏതാണ്ട് കൊടുത്തു തീർക്കുന്ന നാളത്തോടുകൂടി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ചിത്രം. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരും അങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും തമ്മിലടിയാണെന്ന് പറയുമ്പോഴും പാർട്ടി വിട്ട് ഏകദേശം, അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവമുള്ള ഏകദേശം 7ഓളം പേരാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലല്ലേ? അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, ഞാൻ പറഞ്ഞു 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ലാതെ ഒരു തമ്മിലടിയില്ല, എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല, മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്.